ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെണ്ടയ്ക്ക മുട്ടത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ചെറിയ സൈസിലുള്ള ഒരു 15 വെണ്ടയ്ക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയ്ക്കുള്ളിൽ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു തുണിയിലിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഞാൻ അത് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ആ വെണ്ടയ്ക്കായ നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനിയും മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു സവാള മതിയാവും. ഞാനിവിടെ തീരെ ചെറുതായതുകൊണ്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അരിഞ്ഞു വെച്ച സവാള നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളത്
വൃത്തിയാക്കി തുടച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിൽ ഡ്രൈ ആയിട്ടാണ് അതിരിക്കുന്നത്. ആ വഴുവഴുപ്പൊന്നും വെണ്ടയ്ക്കയ്ക്കുള്ളിൽ ഇപ്പോൾ ഇല്ല. നോർമലി നമ്മൾ വെണ്ടയ്ക്കായ അല്ലാതെ ഇടുവാണെങ്കിൽ നല്ലതായിട്ടൊരു പശ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി അതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് വെണ്ടയ്ക്കെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ആ മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് ചിക്കി എടുക്കണം. നന്നായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. നമുക്കിങ്ങനെയൊരു രൂപത്തിൽ കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറും ചപ്പാത്തിയൊന്നും വേണമെന്നില്ല, ഇത് മാത്രമായിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.